കാസർഗോഡ് ജില്ലയോട് ചേർന്നൊക്കെ കിടക്കുന്ന ജില്ല, അതായത് സ്ഥലങ്ങളിൽ, ജില്ല മുഴുവൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പണ്ടുകാലത്ത് കണ്ണൂർ ജില്ലയായിരിക്കുമല്ലോ അല്ലെ. ഈ വടക്ക് ഭാഗത്ത് ചിലപ്പോൾ ആരാധനയിലോ ആചാരത്തിലോ ചെറിയ വ്യത്യാസമൊക്കെ കണ്ടേക്കാം. പക്ഷേ കർക്കിടക മാസത്തിൽ കൃത്യമായിട്ട് ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹമുണ്ട്. കർക്കിടകത്തില് കൃത്യമായിട്ട് ഈ കർക്കിടകത്തില് 31, 32 ദിവസവും തൊഴാൻ വേണ്ടിയിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാളെ പോകുന്ന സ്ഥലമാണ് രാജരാജേശ്വര ക്ഷേത്രം തളിപ്പറമ്പ്. ആ ഗ്രാമത്തിൽ ഒരാൾ നിർബന്ധമായിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടില്ലേ? കഥ കേട്ടിട്ടില്ലേ? ഒരാൾ പോകണമെന്നാണ്. കാരണം സ്ത്രീകൾക്കൊന്നാണെങ്കിൽ എല്ലാ സമയത്തും പോകാൻ പറ്റില്ലല്ലോ. ഒരു മാസം മുടങ്ങാതെ കൊണ്ട് കഴി തൊഴുക എന്ന് പറയും. രാവിലെ നേരത്തെ രാജരാജേശ്വരനെ തൊഴുന്ന സമ്പ്രദായം ഉണ്ട്. കുടുംബ ഐശ്വര്യത്തിലുണ്ട്. ഗ്രാമം മുഴുവൻ ഉണ്ടാകും. അത് ഒരാൾക്ക് ചിലപ്പോൾ പറ്റിയില്ല. ഇപ്പൊ കർക്കിടക മാസമല്ലേ, നല്ല പനിയാണ്, രാവിലെ കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ കൃത്യസമയത്ത് അവിടെ പോയിട്ട് നെയ്യമൃതം വെച്ച് തൊഴുന്ന സമ്പ്രദായം ഇന്നും നടക്കുന്നുണ്ട് പല ഭവനങ്ങളിൽ. കാരണം എന്താണ്, ക്ഷേത്ര ദർശനം എന്നുള്ളത് അതിന്റെ പ്രതീകമായിട്ടാണ് തെക്കൻ ജില്ലകളിലൊക്കെ നാലമ്പലം തീർത്ഥയാത്രയ്ക്ക് പതിവുണ്ട് അല്ലേ. ഇത് തുടങ്ങിയൊന്നുമല്ല, മുമ്പ് കാലത്ത് തന്നെ ഉണ്ട്. ഒരു ദിവസം രാവിലെ തുടങ്ങും. ഇന്നുള്ളതുപോലെ വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ്. നേരത്തെ കാലത്തെ വെളുപ്പാങ്കാലത്തെ എഴുന്നേറ്റ് നടക്കുന്ന പറയുക. എന്നിട്ട് ഈ നാലമ്പലം തൊഴുത് രാത്രിയോടുകൂടി ഭവനത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു തീർത്ഥയാത്ര സംഘം എന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്കും ഇല്ലായികയില്ല കേട്ടോ. രാജരാജേശ്വര ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രമായിരിക്കുന്ന കാഞ്ഞിരങ്ങാട്ട്, അതൊക്കെ വലിയ സങ്കല്പമുള്ളതാണ്. പണ്ട് കാലത്ത് നമ്മുടെ ഗുരുനാഥനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വലിയ മാറാരോഗം വരുന്ന സമയത്ത് ഈ വൈദ്യനാഥന്റെ തിരുസന്നിധിയിൽ വന്നിട്ട് അവിടുന്ന് ആ തീർത്ഥം സേവിച്ചു എന്നാ പറയും. ആ തീർത്ഥ സേവ കൊണ്ട് തന്നെ രോഗം മാറി. കാരണം അത്രമാത്രം ഔഷധങ്ങള് അതിലൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, ആ തീർത്ഥത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. തൃച്ചംബരം അല്ലെ, ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം, ഇതൊക്കെ കൂടിയിട്ട് സന്നിധികളിലൊക്കെ തൊഴിൽ വരുന്ന സമ്പ്രദായത്തിണ്ടായിരുന്നു. കാരണം ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം അല്ലേ, അത്രയും പൗരാണികമായിട്ടുള്ള സന്നിധിയാണ്. ആരാധനാ സമ്പ്രദായത്തിലും അത്രമാത്രം ശ്രേഷ്ഠത ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ചെറുകുന്നിലൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ ചെറുപ്പകാലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ നമുക്ക് കാഴ്ചകൾ കാണും. ഉച്ചക്ക് ദേവിയുടെ പൂജ മുഴിപ്പിക്കാറില്ല അവിടെ. ഉച്ചപൂജ മുഴുക്കണമെങ്കിൽ പൂജ ഏതാണ്ട് അവസാന ഭാഗമാക്കി വെക്കും. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ, ആ ഗോപുരത്തിന്റെ പടിയുടെ മുകളിൽ ചെറുകുന്നിലെ യഥാർത്ഥ